2 വർഷം മുൻപ് അതായത് 2023 ജൂണിൽ ആലുവ സബ് ജയിലിന് മുൻപിൽ ഒരു സ്വീകരണം നടന്നു. ജാമ്യത്തിലിറങ്ങിയ ഒരു പ്രതിയെ പൂമാലയിട്ടും പടക്കം പൊട്ടിച്ചും പുറത്തേക്ക് ആഘോഷത്തോടെ ആനയിച്ചു. ആ പ്രതിയുടെ പേരാണ് സവാദ്. എന്തെങ്കിലും മഹാകാര്യം ചെയ്തിട്ടല്ല അന്നയാൾ ജയിലിൽ പോയത്. പൊതുവെ സുരക്ഷിതമെന്ന് കരുതുന്ന KSRTC ബസ് യാത്രയ്ക്കിടെ ഒരു യുവതിയോട് ലൈംഗികാതിക്രമം നടത്തിയതിനാണ്. ഓൾ കേരള മെൻസ് അസോസിയേഷൻ സവാദിന് സ്വീകരണമൊരുക്കിയതിന് പിന്നാലെ പരാതിക്കാരിയായ യുവതി സമൂഹമാധ്യമങ്ങളിൽ നേരിടേണ്ടി വന്നത് വലിയ അധിക്ഷേപമാണ്. സവാദിനെ ഹണി ട്രാപ്പിൽപ്പെടുത്താനാണ് ശ്രമമുണ്ടായത് എന്ന് വരെ ആരോപണമുയർന്നിരുന്നു. എന്നാൽ ഇതാ അന്ന് ചിലർ മഹാനാക്കാൻ ശ്രമിച്ച സവാദ് വീണ്ടും അഴിക്കുള്ളിലായിരിക്കുന്നു. അതും മറ്റൊരു പെൺകുട്ടിയോട് ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയതിന്. സവാദിന്റെ യഥാർത്ഥ സ്വഭാവം ഇപ്പോഴെങ്കിലും തുറന്നു കാട്ടപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് അന്നത്തെ പരാതിക്കാരിയായ ആ യുവതി. ആ സംഭവത്തിലേക്ക് വരും മുൻപ് ഞെട്ടിക്കുന്ന ചില അരും കൊലകളുടെ വാർത്ത കാണാം. സ്വാഗതം പോലീസ് പട്രോളിലേക്ക്. തിരുവനന്തപുരം മണ്ണന്തലയിൽ യുവതിയെ സഹോദരൻ അടിച്ചുകൊന്നു. പോത്തൻകോട് സ്വദേശി ഷെഫീനയാണ് കൊല്ലപ്പെട്ടത്. ചികിത്സയുടെ ഭാഗമായി വാടകയ്ക്കെടുത്ത അപ്പാർട്ട്മെന്റിലാണ് സംഭവമുണ്ടായത്. സഹോദരൻ ഷംസാദിനെയും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ചെമ്പഴന്തി സ്വദേശി വിശാഖിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഷെഫീനയുടെ ശരീരത്തിൽ മർദ്ദനത്തിൽ പരിക്കേറ്റ പാടുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഈ മാസം 14-നാണ് 31-കാരിയായ ഷെഫീന മണ്ണന്തലയിൽ താമസത്തിന് എത്തിയത്. ചികിത്സയുടെ ഭാഗമായി വാടകയ്ക്കെടുത്ത അപ്പാർട്ട്മെന്റിലായിരുന്നു താമസം. ഷെഫീനയുടെ മാതാപിതാക്കൾ അപ്പാർട്ട്മെന്റിൽ എത്തിയപ്പോഴാണ് യുവതിയെ കട്ടിലിന് താഴെ കിടക്കുന്ന നിലയിൽ കണ്ടത്. സംശയം തോന്നിയ ഇവർ മണ്ണന്തല പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. സഹോദരൻ ഷംസാദ് യുവതിയെ അടിച്ചുകൊല്ലുകയായിരുന്നുവെന്നാണ് വിവരം. ഷംസാദും സുഹൃത്ത് ചെമ്പഴന്തി സ്വദേശി വിശാഖും അപ്പാർട്ട്മെന്റിലുണ്ടായിരുന്നു. രണ്ടുപേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഷെഫീനയുടെ ശരീരത്തിൽ മർദ്ദനത്തിന്റെ പരിക്കേറ്റ പാടുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കൊലപാതകത്തിന്റെ കാരണം വ്യക്തമല്ല. സംഭവം പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. ന്യൂസ് 18 തിരുവനന്തപുരം. ഇപ്പോൾ സ്മാർട്ട് ഫോൺ ഇല്ലാത്തവർ ചുരുക്കമാണ്. ഭാര്യ അമിതമായി ഫോൺ ഉപയോഗിക്കുന്നത് ഇഷ്ടമില്ലാത്ത ചില ഭർത്താക്കന്മാരുണ്ട്. കർണാടകയിലെ ഉടുപ്പിയിൽ ഭർത്താവ് യുവതിയുടെ ജീവനെടുത്തത് ഫോൺ ഉപയോഗത്തെ ചൊല്ലിയുള്ള തർക്കത്തിന്റെ പേരിലാണ്. രേഖ എന്ന യുവതിയെയാണ് ഭർത്താവ് ഗണേഷ് പൂജാരി വെട്ടിക്കൊന്നത്. ഫോണിൽ നിരന്തരം റീൽസ് കാണുന്നതിനെ ചൊല്ലി ഇയാൾ ഭാര്യയോട് വഴക്കിടുന്നത് പതിവായിരുന്നു. കൊലയ്ക്ക് ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിന് കൈമാറി. അമിത ഫോൺ ഉപയോഗം ആരോപിച്ചാണ് ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ബ്രഹ്മവാർ ഹൊസമത സ്വദേശി രേഖയാണ് മരിച്ചത്. സംഭവത്തിൽ ഭർത്താവ് ഗണേഷ് പൂജാരിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്യപിച്ച് വീട്ടിലെത്തിയ ഗണേഷ് ഫോൺ ഉപയോഗത്തെ ചൊല്ലി ഭാര്യയുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. തുടർന്ന് പ്രകോപിതനായാണ് ഭാര്യയെ ആക്രമിച്ചത്. രേഖ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പ്രതിയെ നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിന് കൈമാറി. ഫോൺ ഉപയോഗത്തിന്റെ പേരിൽ ഇരുവരും പലപ്പോഴും വഴക്കിട്ടിരുന്നതായി പോലീസ് പറഞ്ഞു. പരാതിയെ തുടർന്ന് ഇയാളെ നേരത്തെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചിരുന്നു. പെയിന്ററായി ജോലി ചെയ്തു വരികയായിരുന്നു ഗണേഷ്. ഇവർക്ക് 2 മക്കളുമുണ്ട്. മരിച്ച രേഖ ഒരു പെട്രോൾ പമ്പിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ന്യൂസ് 18 മംഗളൂരു. KSRTC ബസ്സിൽ പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ അറസ്റ്റിലായ കോഴിക്കോട് വടകര സ്വദേശി സവാദ് റിമാൻഡിൽ.
2 വർഷത്തിനിടെ രണ്ടാം തവണയാണ് സവാദ് സമാനമായ കേസിൽ പിടിയിലാകുന്നത്. തൃശൂരിൽ നിന്നും മലപ്പുറത്തേക്കുള്ള യാത്രക്കിടെ നടന്ന അതിക്രമത്തെപ്പറ്റി പെൺകുട്ടി തൃശൂർ ഈസ്റ്റ് പോലീസിലാണ് പരാതി നൽകിയത്. തുടർന്ന് ഒളിവിൽ പോയ സവാദിനെ തമിഴ്നാട്ടിൽ നിന്ന് പിടികൂടുകയായിരുന്നു. 2023 സമാനമായ കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഇയാൾക്ക് സ്വീകരണം നൽകിയത് വിവാദമായിരുന്നു. സവാദിന്റെ സ്വഭാവം പൊതുജനങ്ങൾക്ക് ഇതോടെ ബോധ്യമായെങ്കിലും തനിക്ക് ഇനിയും നീതി ലഭിച്ചിട്ടില്ലെന്ന് ആദ്യ കേസിലെ പരാതിക്കാരിയും മോഡലുമായ യുവതി പ്രതികരിച്ചു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം. തൃശൂരിൽ നിന്നും മലപ്പുറത്തേക്കുള്ള യാത്രയിൽ KSRTC ബസ്സിൽ വെച്ച് പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു. പീഡന ശ്രമത്തിനു പുറമെ നഗ്നതാ പ്രദർശനവും ഇയാൾ ബസ്സിൽ നടത്തി. പെൺകുട്ടി പ്രതികരിച്ചപ്പോൾ പേരാമംഗലത്ത് വെച്ച ബസ്സിൽ നിന്നും സവാദ് ഇറങ്ങിയോടി. പെൺകുട്ടി തൃശൂർ ഈസ്റ്റ് പോലീസിലെത്തി പരാതി നൽകി. തുടർന്ന് സവാദ് തമിഴ്നാട്ടിലേക്ക് കടക്കുകയായിരുന്നു. പിന്നീട് പോലീസ് പിടിയിലായി. 2023 നെടുമ്പാശ്ശേരിയിൽ വെച്ച KSRTC ബസ്സിൽ ലൈംഗിക അതിക്രമം കാണിച്ചതിന് ഇയാൾ നേരത്തെ പോലീസ് പിടിയിലായിട്ടുണ്ട്. അന്ന് ജാമ്യത്തിലിറങ്ങിയ സവാദിനെ ജയിലിന് പുറത്തുവെച്ച് സ്വീകരണം നൽകിയത് വൻ വിവാദമായിരുന്നു. രണ്ടു വർഷം കഴിഞ്ഞിട്ടും തനിക്ക് നീതി ലഭിച്ചില്ലെന്ന് സവാദിനെതിരെ ആദ്യം പരാതി നൽകിയ യുവതി ന്യൂസ് 18നോട്. Justice delayed is justice denied. I have not got justice. So it has delayed, it has ruined kore prospects of who I am as a being. 2 years what I went through കുറച്ചധികം എക്സ്ട്രീം ആയിരുന്നു. I couldn't do what I loved because എല്ലാത്തിൻ്റെയും അടിയിൽ the comments were cyber raping me. കേസിൽ സവാദിനെ കോടതി റിമാൻഡ് ചെയ്തു. തൃശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റേതാണ് നടപടി. ന്യൂസ് 18 തൃശൂർ, കൊച്ചി. കണ്ണൂർ കായലോട് ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് ജീവനൊടുക്കിയ യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിലെ പരാമർശം ശരിവച്ച് ആൺസുഹൃത്ത് റഹീസ്. ആൾക്കൂട്ട വിചാരണ അടക്കമുള്ള കാര്യങ്ങൾ റഹീസ് പോലീസിനോട് വിശദീകരിച്ചു. 3 വർഷമായി യുവതിയുമായി പരിചയമുണ്ടെന്ന് സമ്മതിച്ച റഹീസ് യുവതിയെ വഞ്ചിച്ചുവെന്ന കുടുംബത്തിന്റെ ആരോപണം തള്ളി. സംഘം ചേർന്ന് മർദ്ദിച്ചെന്ന റഹീസിന്റെ പരാതിയിൽ SDPI പ്രവർത്തകർ അടക്കമുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തു. കായലോട് ആൾക്കൂട്ടാക്രമണത്തെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത കേസിൽ ആൺസുഹൃത്തായ മയ്യിൽ സ്വദേശി റഹീസിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു. തലശ്ശേരി ASPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇയാൾ വിശദമായി മൊഴി നൽകി. യുവതിയുമായി കാറിൽ സംസാരിച്ചിരിക്കെ പിടിച്ചിറക്കി മർദ്ദിച്ചെന്നാണ് FIRലുള്ളത്. യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് യുവാവിന്റെ മൊഴി. FIRന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. സംഘം ചേർന്ന് മർദ്ദിച്ചു, ഫോട്ടോ പരസ്യപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി 3 മൊബൈൽ ഫോണുകൾ ബലം പ്രയോഗിച്ച് കൈക്കലാക്കി, സ്കൂട്ടറിൽ കയറ്റി തട്ടിക്കൊണ്ടുപോയി ഒഴിഞ്ഞ പറമ്പിൽ വെച്ച് മർദ്ദിച്ചുവെന്നും റഹീസിന്റെ പരാതിയിൽ പറയുന്നു. ഭീഷണിപ്പെടുത്തിയ സംഘത്തിൽ കൂടുതൽ പേരുണ്ടെന്നുമാണ് മൊഴി. യുവതിയെ 3.5 വർഷം മുൻപ് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് പരിചയപ്പെട്ടത്. പിന്നീട് അടുത്ത സുഹൃത്തുക്കളായി മാറുകയായിരുന്നു. എന്നാൽ യുവതിയുമായി ഒരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടും ഉണ്ടായിട്ടില്ലെന്നും ഇയാൾ മൊഴി നൽകി. 5 പേർക്കെതിരെയാണ് റഹീസിന്റെ പരാതിയിൽ കേസെടുത്തത്. ഇതിനിടയിൽ പോലീസ് കള്ളക്കേസെടുക്കുന്നുവെന്നാരോപിച്ച് SDPIയുടെ നേതൃത്വത്തിൽ പിണറായി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറഞ്ഞു. SDPIയുടെ വികൃത മുഖമാണ് കണ്ടതെന്നും KK രാഗേഷ്. താലിബാന്റെ മതരാഷ്ട്രവാദികളുടെ അതേ പതിപ്പാണ് ഇവിടെ SDPI നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് ഈ കാര്യത്തിൽ മാത്രമല്ല, ഇങ്ങനെ ഒരു വിഷയത്തിൽ മാത്രമല്ല. പോപ്പുലർ ഫ്രണ്ടും SDPIയും കേരളത്തിൽ സ്വാധീനമുണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയത് മുതൽ
സ്ത്രീകൾക്ക് നേരെ ഈ വിധത്തിലുള്ള ആക്രമണങ്ങൾ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യുവാവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ന്യൂസ് 18 കണ്ണൂർ. സ്കൂൾ വിദ്യാർത്ഥിനികളെ വലയിലാക്കി നിരന്തരം പീഡിപ്പിച്ചിരുന്ന യുവാവ് മലപ്പുറത്ത് പിടിയിലായി. കോഡൂർ മാങ്ങാട്ടുപുലം കല്ലൻകുന്നൻ മുഹമ്മദ് ഫാരിഷാണ് അറസ്റ്റിലായത്. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന കേസിലാണ് അറസ്റ്റ്. കോഡൂർ മാങ്ങാട്ടുപുലം കല്ലൻകുന്നൻ മുഹമ്മദ് ഫാരിഷിനെയാണ് ഇൻസ്പെക്ടർ പി വിഷ്ണു, SI SK പ്രിയൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ പീഡനം മൂലം ഗർഭിണിയായ പെൺകുട്ടിക്ക് ഡോക്ടറുടെ കുറിപ്പില്ലാതെ മലപ്പുറത്തെ മെഡിക്കൽ ഷോപ്പിൽ നിന്നും ഗർഭഛിദ്രത്തിനുള്ള മരുന്ന് വാങ്ങി നൽകി ഗർഭം അലസിപ്പിച്ചിരുന്നു. പോലീസ് കേസായതോടെ ഫാരിഷ് ഒളിവിൽ പോയി. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. ആഡംബര ബൈക്കുകളിൽ സ്കൂൾ കേന്ദ്രീകരിച്ച് കറങ്ങി പെൺകുട്ടികളെ വശീകരിക്കുകയാണ് പ്രതി ചെയ്തിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. പിന്നീട് ഇവരെ സഹായിക്കാനെന്ന വ്യാജേന ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോവുകയും മലപ്പുറത്തും കോഴിക്കോടുമായി മുറികൾ വാടകയ്ക്കെടുത്തു ലൈംഗികാതിക്രമത്തിന് ഇരയാക്കുകയും ചെയ്യും. വൈകിട്ട് പെൺകുട്ടികളെ വീടുകൾക്കടുത്തുള്ള വഴിയിൽ ഇറക്കി വിടുകയായിരുന്നു പതിവ്. വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവുമായ പ്രതി അവിവാഹിതനാണെന്ന് പറഞ്ഞാണ് പെൺകുട്ടികളുമായി ചങ്ങാത്തം സ്ഥാപിച്ചിരുന്നത്. സമൂഹമാധ്യമങ്ങൾ വഴി ഒട്ടേറെ പെൺകുട്ടികളെ കുരുക്കിലാക്കി പീഡനത്തിനിരയാക്കി ഗർഭഛിദ്രം നടത്തിയതായും സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതായും സൂചന ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കൂടുതൽ പേരുടെ പരാതികൾ ശേഖരിച്ച് കേസ് രജിസ്റ്റർ ചെയ്യുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. പണം വാങ്ങി തിരികെ നൽകാതെ ചതിച്ചതായ പരാതികളും അറസ്റ്റിന് ശേഷം സ്റ്റേഷനിലേക്ക് എത്തിയതായി പോലീസ് പറഞ്ഞു. ഇവയിലും അന്വേഷണം പുരോഗമിക്കുകയാണ്. ന്യൂസ് 18 തിരൂർ. കൊല്ലം കൊട്ടിയത്ത് MDMA വിൽപ്പന നടത്തുന്നതിനിടയിൽ യുവതിയടക്കം 7 പേർ പോലീസിന്റെ പിടിയിലായി. ഇവരിൽ നിന്നും 2.3 ഗ്രാം രാസലഹരി പിടിച്ചെടുത്തു. ലഹരി വിൽപ്പനയിലെ പ്രധാന കണ്ണിയാണ് യുവതിയെന്ന് പോലീസ് അറിയിച്ചു. മറ്റുള്ളവർ ലഹരി മരുന്ന് വാങ്ങാനെത്തിയവരാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു പരിശോധന. കൊട്ടിയം പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്നാണ് പ്രതികളെ പിടിച്ചത്. പാരിപ്പള്ളി സ്വദേശി ഗോകുൽജി നാഥ്, ഉമയനല്ലൂർ സ്വദേശി ഷാനു, ചാത്തന്നൂർ സ്വദേശി സൂരജ്, വർക്കല സ്വദേശി മുഹമ്മദ് മാഹിൻ, വർക്കല വെട്ടൂർ സ്വദേശികളായ മുഹമ്മദ് തരീഖ്, മുഹമ്മദ് തസ്ലിം, തിരുവനന്തപുരം പാലോട് സ്വദേശിനി ആൻസിയ എന്നിവരാണ് പിടിയിലായത്. ആൻസിയ ലഹരി കച്ചവട രംഗത്തെ പ്രധാന കണ്ണിയാണ്. ആൻസിയയിൽ നിന്ന് MDMA വാങ്ങാൻ എത്തിയതായിരുന്നു മറ്റു പ്രതികൾ. ആൻസിയ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. കൊട്ടിയം ഹോളിക്രോസ് ആശുപത്രിക്ക് സമീപം ആൻസിയ എത്തുമെന്ന് രഹസ്യവിവരം ലഭിച്ച പോലീസ് ഇവർക്കായി വല വിരിച്ചിരുന്നു. പുലർച്ചെ 2 കാറുകളിലായി എത്തിയവർ MDMA കൈമാറുന്നതിനിടയിലാണ് പോലീസ് പിടികൂടിയത്. ആൻസിയ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 2.3 ഗ്രാം MDMA പോലീസ് പിടിച്ചെടുത്തു. രാസലഹരി എത്തിക്കുന്ന പ്രധാന ഇടനിലക്കാരെക്കുറിച്ച് പോലീസിന് പ്രതികളിൽ നിന്നും നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ചാത്തന്നൂർ ACP അലക്സാണ്ടർ തങ്കച്ചൻ, കൊട്ടിയം ഇൻസ്പെക്ടർ P പ്രദീപ്, SI നിതിൻ നളൻ, ASI ശ്രീകുമാർ, ASI രമ്യ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. ആഫ്രിക്കയിൽ നിന്ന് കേരളത്തിലേക്ക് 130 കോടി രൂപ വിലയുള്ള ഹെറോയിൻ കടത്തിയ കേസിൽ 1ഉം 2ഉം പ്രതികൾക്ക് 60 വർഷം തടവ്. സന്തോഷ് ലാൽ, രമേശ് എന്നിവരെയാണ് ശിക്ഷിച്ചത്. മറ്റ് 2 പ്രതികൾക്ക് 20 വർഷം വീതം തടവ് ശിക്ഷ വിധിച്ചു.
2022 തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ലോഡ്ജിൽ നിന്ന് 22 കിലോ ഹെറോയിൻ പിടികൂടിയത്. തിരുവനന്തപുരം 1ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ആഫ്രിക്കയിൽ നിന്ന് സിംബാബ്വെ ഹരാരെ വഴി മുംബൈയിലെത്തിച്ച ശേഷം ട്രെയിനിൽ തലസ്ഥാനത്തെത്തിച്ച 130 കോടിയുടെ ഹെറോയിൻ കടത്ത് കേസിലാണ് വിധി. 2022 സെപ്റ്റംബർ 20-ന് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഒരു സ്വകാര്യ ലോഡ്ജ് മുറിയിൽ നിന്നാണ് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ ലഹരിമരുന്ന് പിടികൂടിയത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഈ ഓപ്പറേഷൻ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ലഹരിമരുന്ന് വേട്ടകളിലൊന്നായിരുന്നു. 1ഉം 2ഉം പ്രതികളായ സന്തോഷ് ലാൽ, രമേശ് എന്നിവർക്കാണ് 60 വർഷം തടവും 4 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചത്. 3ഉം 4ഉം പ്രതികളായ ബിനുക്കുട്ടൻ, ഷാജി എന്നിവർക്ക് 20 വർഷം തടവും 2 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു. വിചാരണ കോടതിയായ തിരുവനന്തപുരം 1ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി KP അനിൽകുമാറാണ് പ്രതികളെ ശിക്ഷിച്ചത്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരായ സാലിഷ് അരവിന്ദാക്ഷൻ, കിരൺ ഗോപിനാഥ് എന്നിവരാണ് DRIക്കായി കോടതിയിൽ ഹാജരായത്. ന്യൂസ് 18 തിരുവനന്തപുരം. വാളയാർ കേസിലെ ഇലക്ട്രോണിക് രേഖകൾ നൽകണമെന്ന അമ്മയുടെ ആവശ്യം CBI കോടതി തള്ളിയതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ സമരസമിതി. മൊബൈൽ ഫോൺ അടിസ്ഥാനമാക്കിയുള്ള തെളിവുകളിൽ കൃത്രിമം നടന്നിട്ടുണ്ടാകാമെന്നാണ് സമരസമിതി ചൂണ്ടിക്കാട്ടുന്നത്. വിധിപ്പകർപ്പ് ലഭിച്ചതിനു ശേഷം CBI കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യാനാണ് നീക്കം. വാളയാർ കേസിലെ കുട്ടികളും അച്ഛനും അമ്മയും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോകളുണ്ടെന്നും അത് നൽകിയാൽ കുട്ടികളുടെ ഐഡന്റിറ്റി വെളിപ്പെടും എന്നുള്ള CBI വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഫോൺ രേഖകൾ നൽകേണ്ടതില്ലെന്ന് CBI സ്പെഷ്യൽ ജഡ്ജി വിധിച്ചത്. എന്നാൽ കഴിഞ്ഞ 7 വർഷമായി വെളിവാക്കപ്പെടാത്ത ഐഡന്റിറ്റി ഈ രേഖകൾ കിട്ടിയാൽ പുറത്താകും എന്ന വാദം പരിഹാസ്യമാണെന്നും ഏതെങ്കിലും രീതിയിലുള്ള കൃത്രിമം നടത്തിയോ എന്നറിയാൻ ഫോണുകളിൽ നടത്തിയ പരിശോധനാ ഫലങ്ങൾ വിശദമായി പരിശോധിക്കണമെന്നും പല കേസുകളിലും ഇത് അനുവദിച്ചിട്ടുള്ളതാണെന്നും നീതി സമരസമിതി കൺവീനർ സലീൽ ലാൽ അഹമ്മദ് പറഞ്ഞു. അതിൽ കുട്ടികളുടെ ചിത്രങ്ങൾ, നോർമലായിട്ടുള്ള ചിത്രങ്ങൾ, അച്ഛനമ്മമാരായിട്ടൊക്കെ നിൽക്കുന്ന ചിത്രങ്ങളുണ്ട്. അപ്പോൾ അത് കാരണം കുട്ടികളുടെ ഐഡൻറ്റിറ്റി വെളിവാക്കപ്പെടും. അത് പോസ്കോ കേസിലൊരു സാധാരണ ഒരു ഇതാണ്, ഒരു ക്ലോസ് ആണത്. പക്ഷേ ഈ കുട്ടികളുടെ ചിത്രങ്ങളും ഒക്കെ ഇവിടെ ഇപ്പോൾ അന്വേഷണ ഏജൻസികളുടെയും CBIയുടെയും ഉള്ള എല്ലാ ചിത്രങ്ങളും അച്ഛനും അമ്മയും കൊടുത്തതാണ്, അല്ലെങ്കിൽ അവരുടെ ഫോണിൽ നിന്ന് എടുത്ത ചിത്രങ്ങളാണ്. അപ്പോൾ ഇത്രയും 7 വർഷമായിട്ട് അവർ പുറത്താക്കാത്ത ഈ ചിത്രങ്ങൾ ഇപ്പം പുറത്താക്കും എന്ന് പറഞ്ഞതിൽ നമുക്കൊരു ഒട്ടും ഇതായിട്ടുള്ളത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത്. അപ്പോൾ അത് ആ ഒരു ഗ്രൗണ്ടിനെ ചാലഞ്ച് ചെയ്ത് തന്നെയാണ് നമ്മൾ ഹൈക്കോടതിയിൽ പോകാൻ. പിന്നെ ഈ എല്ലാ കേസിലും പ്രതികൾക്കും വിക്ടിമിനും കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ രേഖകളും കിട്ടാനുള്ള അവകാശമുണ്ട്. CBI കുറ്റപത്രം റദ്ദാക്കണമെന്നും കൊലക്കേസായി അന്വേഷണം നടത്തണമെന്നുമുള്ള അമ്മയുടെ ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കാൻ പോകുമ്പോൾ ഈ രേഖകൾ നിർണായകമാണെന്ന് സമിതി ചൂണ്ടിക്കാട്ടുന്നു. വിധിപ്പകർപ്പ് ലഭിച്ചതിനു ശേഷം CBI വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യും. ന്യൂസ് 18 കൊച്ചി. നടനും സംവിധായകനുമായ നാദിർഷയുടെ വളർത്തുപൂച്ച ചത്തത് ആശുപത്രിയിലെ പിഴവ് മൂലമാണെന്ന് പരാതി ഉയർന്നിരുന്നു. എന്നാൽ പൂച്ച ചത്തത് ഹൃദയാഘാതം മൂലമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പൂച്ചയ്ക്ക് നേരത്തെ ഉണ്ടായ അസുഖങ്ങളെ തുടർന്നാണ് ഹൃദയാഘാതം ഉണ്ടായതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജില്ലാ വെറ്റിനറി ഡോക്ടർ റിപ്പോർട്ട് പാലാരിവട്ടം പോലീസിന് കൈമാറി. ഇതോടെ കേസിന്റെ തുടർ നടപടികൾ പോലീസ് അവസാനിപ്പിച്ചു. ജില്ലാ വെറ്റിനറി ഹോസ്പിറ്റലിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ പൂച്ച ചത്തത് ഹൃദയാഘാതം മൂലമാണെന്ന് കണ്ടെത്തി. കഴുത്തിൽ വലിഞ്ഞു മുറുകിയതിനാൽ ഉണ്ടാകുന്ന തരത്തിലുള്ള പാടുകൾ ജഡത്തിലില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ജില്ലാ വെറ്റിനറി ഡോക്ടർ പോലീസിന് കൈമാറി. ദുരൂഹത ഒഴിഞ്ഞ സാഹചര്യത്തിൽ കേസെടുക്കേണ്ടതില്ലെന്നാണ് പാലാരിവട്ടം പോലീസിന്റെ നിലപാട്. കഴിഞ്ഞ ശനിയാഴ്ച രാവിലെയാണ് നാദിർഷയുടെ വളർത്തുപൂച്ച ചത്തത്. പൂച്ചയെ ഗ്രൂം ചെയ്യാൻ എറണാകുളം പെറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതായിരുന്നു. ഗ്രൂം ചെയ്യുന്നതിന് മുന്നോടിയായി അനസ്തേഷ്യ നൽകിയപ്പോൾ പൂച്ചയുടെ ജീവൻ നഷ്ടപ്പെട്ടെന്നും അശ്രദ്ധയാണ് കാരണമെന്നുമായിരുന്നു നാദിർഷയുടെ പരാതി.
എന്നാൽ പിഴവ് സംഭവിച്ചിട്ടില്ലെന്ന നിലപാടിൽ തന്നെയായിരുന്നു എറണാകുളം പെറ്റ് ഹോസ്പിറ്റൽ. ന്യൂസ് 18 കൊച്ചി. ബോളിവുഡ് നടൻ ഷാരൂഖ് ഖാന്റെ മുംബൈ ബാന്ദ്രയിലെ വസതിയായ മന്നത്തിൽ നവീകരണ ജോലികൾ നടക്കുന്നതിനിടെ വനംവകുപ്പിന്റെയും മുനിസിപ്പൽ കോർപ്പറേഷന്റെയും റെയ്ഡ്. മന്നത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ തീരദേശ നിർമ്മാണ നിയന്ത്രണ ചട്ടം ലംഘിച്ചാണെന്ന പരാതി ലഭിച്ചതിനെ തുടർന്നാണ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തിയത്. ആക്ടിവിസ്റ്റായ സന്തോഷ് ദൌൺകറാണ് പരാതി നൽകിയത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നിയമം ലംഘിച്ചല്ലെന്ന് ഷാരൂഖ് ഖാന്റെ ഓഫീസ് പ്രതികരിച്ചു. ബാന്ദ്രയിൽ കടൽത്തീരത്തോട് ചേർന്നുള്ള മന്നത്ത് എന്ന വീട്ടിലായിരുന്നു റെയ്ഡ്. പരിശോധന നടക്കുമ്പോൾ ഷാരൂഖ് ഖാനും കുടുംബവും വീട്ടിലുണ്ടായിരുന്നില്ല. വനംവകുപ്പ്, BMC എന്നിവർക്ക് പുറമെ ബിൽഡിംഗ് പ്രൊപ്പോസൽ വകുപ്പിലെയും ഉദ്യോഗസ്ഥർ പരിശോധനയിൽ പങ്കെടുത്തിരുന്നു. മന്നത്ത് നവീകരണവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും സമർപ്പിക്കണമെന്ന് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി. നവീകരണങ്ങളുടെ നിയമസാധുത ആരാഞ്ഞ് സന്തോഷ് ദൌൺകർ എന്ന ആക്ടിവിസ്റ്റാണ് പരാതി നൽകിയത്. മേയിലാണ് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. മന്നത്തിലെ ഹെറിറ്റേജ് ബംഗ്ലാവിനോട് ചേർന്നുള്ള കെട്ടിടത്തിൽ 2 നിലകൾ അധികമായി നിർമ്മിക്കുന്നതിന്റെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. വില്ല വീന എന്ന മുൻപ് അറിയപ്പെട്ടിരുന്ന മന്നത്ത് ഗ്രേഡ് 3 ഹെറിറ്റേജ് കെട്ടിടം കൂടിയാണ്. അതിന്റെ ചരിത്രപരമായ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി കെട്ടിടത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട്. മന്നത്ത് നവീകരണത്തിനായി കൃത്യമായ അനുമതികൾ തേടിയിട്ടുണ്ടോ എന്ന് ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പരിശോധനാ റിപ്പോർട്ട് സംഘം ഉടൻ തയ്യാറാക്കുമെന്നാണ് വിവരം. അതേസമയം വസതിയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് പരാതികളൊന്നും ഉയർന്നിട്ടില്ലെന്നും നിയമലംഘനങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുമാണ് ഷാരൂഖ് ഖാന്റെ മാനേജറുടെ പ്രതികരണം. ന്യൂസ് 18 മുംബൈ. ഇടുക്കിയിൽ ചാരായ കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ 10 ലിറ്റർ ചാരായവുമായി പിടികൂടി. ചെമ്മണ്ണാർ മാവറ സിറ്റി സ്വദേശി ചെമ്പേരിയിൽ ബാബുവാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം ഉടുമ്പൻചോല ചതുരംഗപ്പാറയിൽ നിന്ന് 60 ലിറ്റർ ചാരായവും 1000 ലിറ്റർ കോടയും കണ്ടെത്തിയ കേസിലെ 2ാം പ്രതിയാണ് ഇയാൾ. ചെമ്പേരിയിൽ ബാബുവിന്റെ സുഹൃത്തായ ചെമ്മണ്ണാർ സ്വദേശി ബാബുവിന്റെ ഉടമസ്ഥതയിൽ ചതുരംഗപ്പാറയിലുള്ള ഭൂമിയിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം 60 ലിറ്റർ ചാരായം കണ്ടെത്തിയത്. 1ാം പ്രതിയെ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയിരുന്നു. അന്ന് ഒളിവിൽ പോയ ചെമ്പേരി ബാബുവിനെ എക്സൈസ് അന്വേഷിക്കുന്നതിനിടെയാണ് 10 ലിറ്റർ ചാരായവുമായി ഇയാൾ പിടിയിലാകുന്നത്. ഉടുമ്പൻചോല എക്സൈസ് സംഘത്തിന്റെ നേതൃത്വത്തിൽ മാവറ സിറ്റിയിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ ബാബുവിനെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. ആക്രി സാധനങ്ങൾ പൊതുസ്ഥലങ്ങളിലും മറ്റും കൂട്ടിയിട്ടിരിക്കുന്നത് പതിവ് കാഴ്ചയാണ്. എന്നാൽ ഇത് പലപ്പോഴും ആയിരക്കണക്കിന് രൂപ വില മതിക്കുന്നതായിരിക്കും. അതിനാൽ തന്നെ ആക്രി സാധനങ്ങൾ മോഷണം നടത്തുന്ന സംഘങ്ങളും ഏറിയിട്ടുണ്ട്. കോഴിക്കോട് മുക്കത്ത് ആക്രി സാധനങ്ങൾ മോഷ്ടിച്ച യുവാക്കളെ കൈയോടെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. മുക്കം പെരുമ്പടപ്പിലെ സഫാ സാൻഡ് ക്രഷറിൽ നിന്നുമായിരുന്നു മോഷണം. മുക്കം പെരുമ്പടപ്പിലെ സഫാ സാൻഡ് ക്രഷർ, തൊട്ടടുത്ത വീട് എന്നിവിടങ്ങളിലായിരുന്നു മോഷണം. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4 മണിയോടെ ക്രഷറിലും വീട്ടിലുമെത്തി വില കൂടിയ പിച്ചള ഉൾപ്പെടെയുള്ള ആക്രി സാധനങ്ങൾ സംഘം കവർന്നു. വീടിന്റെ ജനലിന്റെ ഉള്ളിലൂടെ കൈയിട്ട് വാഷ് ബേസിന്റെ ടാപ്പ് മോഷ്ടിച്ചു. ഇവ മുത്തേരിയിലെ ആക്രിക്കടയിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തിയ ശേഷം വീണ്ടും മോഷണത്തിനായി എത്തിയപ്പോഴാണ് ക്രഷറിലെ ജീവനക്കാർ പ്രതികളെ പിടികൂടിയത്. മണാശ്ശേരി കയ്യരക്കൽ സ്വദേശികളായ ഹരീഷ് ധർമ്മൻ എന്നിവരാണ് പിടിയിലായത്. പ്രതികളെ മുക്കം പോലീസിൽ ഏൽപ്പിച്ചു. ഹരീഷ് നേരത്തെ ഫാറൂഖ് പോലീസ് സ്റ്റേഷനിലെ മോഷണക്കേസിൽ പ്രതിയാണ്. മോഷണക്കുറ്റത്തിന് കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 മുക്കം. പഴകിയ അരി വൃത്തിയാക്കി പുതിയ ബ്രാൻഡിൽ വിൽപ്പന നടത്തിയത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞു. തിരുവനന്തപുരം പാലോട് സ്വകാര്യ വ്യക്തിയുടെ ഗോഡൌണിലായിരുന്നു നിലവാരം കുറഞ്ഞ അരി പാക്കറ്റുകളിലാക്കി വിൽപ്പനയ്ക്ക് ശ്രമിച്ചത്. ഇത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പുഴുവരിച്ച അരിയാണെന്ന് ആരോപണമുണ്ട്.
മൊത്തം ചീത്ത അരിയാണ് കേട്ടോ. ചീത്ത അരി ഫുള്ള് പുതിയ ചാക്കിൽ നിറച്ച് വിൽക്കാനുള്ള പരിപാടി. സവാള ഗോഡൌണായി പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിൽ വന്ന ലോറി ഇന്നലെ രാത്രി തടഞ്ഞു പരിശോധിച്ചപ്പോഴായിരുന്നു പഴകിയ അരി കണ്ടെടുത്തത്. സമീപത്തായി ആപ്പിൾ എന്നെഴുതിയ പാക്കറ്റുകളും ഉണ്ടായിരുന്നു. നിലവാരം കുറഞ്ഞ അരി പുതിയ ബ്രാൻഡിലാക്കി വിൽപ്പന നടത്തുന്ന സംഘമാണ് ഇതിനു പിന്നിലെന്ന ആരോപണമുണ്ട്. ഒരു മാസത്തിലേറെയായി ഇവിടെ സവാള പാക്കിംഗ് എന്ന് പറഞ്ഞ പേരിലാണ് ഇവിടെ ഈ സ്ഥാപനം തുടങ്ങിയത്. രാത്രിയാണ് വാഹനങ്ങളെല്ലാം വന്ന് പോയിക്കൊണ്ടിരുന്നത്. രാത്രിയാണ് പിന്നെ ലോഡ് വരുന്നത്. അപ്പം അങ്ങനെ സംശയം തോന്നി നാട്ടുകാർ പരിശോധിക്കുമ്പോഴാണ് ഇന്നലെ രാത്രി ഒരു വാഹനം ഇവിടെ കടന്നു വരുന്നത് ശ്രദ്ധയപ്പെട്ടത്. അവിടെ നോക്കുമ്പോൾ പിന്നെ ഇവിടെ സവാളയില്ല. പോലീസിനെയും കൂടെ വിളിച്ചു വരുത്തി ഇത് പരിശോധിക്കുമ്പോൾ സവാളയില്ല. ഇവിടെ അരിയാണ്. അരി എന്ന് പറയുമ്പോൾ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഉഴുവരിച്ച അരി ഇവിടെ കൊണ്ടുവരികയാണ്. തിരുവനന്തപുരം അമ്പലമുക്കിലുള്ള ഒരു കടയുടെ വാഹനവും സംഭവ സ്ഥലത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് വില കുറഞ്ഞ അരി ഇത്തരത്തിൽ പാക്കറ്റുകളിലാക്കി വിൽപ്പന നടത്തുകയായിരുന്നുവെന്നാണ് സൂചന. സിവിൽ സപ്ലൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. തിരുവനന്തപുരം. എത്ര ശമ്പളം കിട്ടിയാലും ആർത്തി തീരാത്ത ചില സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്. അധ്യാപക പുനർനിയമനത്തിന് കൈക്കൂലി വാങ്ങിയ കേസിൽ സെക്രട്ടേറിയറ്റിലെ അസിസ്റ്റന്റ് സെഷൻ ഓഫീസർ സുരേഷ് ബാബു വിജിലൻസ് പിടിയിലായി. തിരുവനന്തപുരം പള്ളിക്കൽ സ്വദേശിയായ സുരേഷ് ബാബുവിനെ കോട്ടയം വിജിലൻസ് യൂണിറ്റാണ് അറസ്റ്റ് ചെയ്തത്. നേരത്തെ കേസിൽ മുൻ പ്രധാനാധ്യാപകനും ഏജന്റുമായ വിജയനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തിരുന്നു. തീക്കോയി സ്കൂളിലെ 3 അധ്യാപകരുടെ നിയമനത്തിലാണ് അഴിമതി. ഇവർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.